എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ ഗുരുദേവ് സ്വാമി നിത്യാനന്ദ കാണിച്ച അത്ഭുതങ്ങളാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒക്കുന്നെങ്കിൽ 2 or 3 വീഡിയോസായിട്ട് നമുക്കിതിനെ നോക്കാം. എന്നുവെച്ചാൽ ഇത് ഒന്നും തന്നെ ഓടിച്ചു വിട്ട് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് വിശദമായിട്ട് കുറേശ്ശെ ഈ അത്ഭുതങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഇത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ നമ്മുടെ ഗുരുദേവിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആശ്രമത്തിൽ ഗുരുദേവ് കെട്ടിയ ഈ ഗുഹകളെ കുറിച്ചും അതിനെ ചുറ്റി നടന്ന അതിശയങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ഞാൻ എടുത്ത് പകർത്തിയിട്ടുമുണ്ട്. അതായത് കാഞ്ഞങ്ങാട്ടിൽ ഇപ്പം ഇന്ന് ഈ ആശ്രമത്തിൻ്റെ എൻട്രൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് എൻട്രൻസ് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആ ഗുഹകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഗുഹകളൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തില്ല. വേണ്ടാന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണ്ട തന്നെ. അതിൻ്റെതായ റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ നമ്മൾ പോകണം. അപ്പം ഇത് സംഭവിച്ചത് കുറേ വർഷങ്ങൾക്ക് മുൻപേ ഒരു കാട്ടിൻ്റെ നടുക്ക്. അപ്പം ഈ സ്ഥലം പണ്ട് കാടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാട്ടിൻ്റെ നടുക്ക് ഒരു കറുത്ത് നല്ല ഹൈറ്റുള്ള ഒരു മനുഷ്യൻ കുറേ ആൾക്കാരെയും കൊണ്ടുവന്ന് ഇവിടെ കാട് വെട്ടിത്തെളിക്കുന്നതായിട്ട് നാട്ടുകാർ കാണുന്നു. അപ്പം നാട്ടുകാർ ഇതിങ്ങനെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആരാ ഈ മനുഷ്യൻ? നല്ല ഹൈറ്റുണ്ട്, നല്ല പൊക്കം, നല്ല കറുകറുന്നുള്ള ദേഹം. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ആളുകളൊക്കെ ദിവസവും കൊണ്ടുവരുന്നു, ജോലി ചെയ്യിപ്പിക്കുന്നു, കൃത്യം വൈകുന്നേരം ആകുമ്പം കൂലി കൊടുക്കുന്നു. ഇത് കുറേ നാൾ തുടർന്ന് നടക്കുന്നു. അപ്പം കൂടുതൽ നാട്ടുകാർ ഇതറിഞ്ഞ് ഇത് കാണാൻ വരുന്നു. അപ്പം കാഞ്ഞങ്ങാട്ടിലുള്ള ആൾക്കാരെല്ലാം, അതിൻ്റെ അടുത്തുള്ള പ്രദേശത്തിലുള്ള ആൾക്കാരെല്ലാം ഇതറിഞ്ഞ് ഇതാരാ ഒരാളിങ്ങനെ വരുന്നേ എന്ന് വന്ന് കാണാൻ വരുന്നതിന് ഒപ്പം കൂടുതൽ ആൾക്കാർ വരുമ്പം കൂടുതൽ അഭിപ്രായങ്ങളാണല്ലോ. അപ്പം കുറേ ആൾക്കാർ ചോദ്യം ചോദിക്കാനുണ്ടല്ലോ. അപ്പം അവർ ഈ മനുഷ്യൻ ആരാ? ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലയോ? ഇത് കാടല്ലയോ? ഇത് ഗവൺമെൻറ്റിന് സ്വന്തമല്ലയോ? ആർക്ക് ഇതെല്ലാം കൈയേറ്റം ചെയ്യാൻ പറ്റും? ഇയാളെന്തിനാ ഇവിടെ വന്ന് കാട് വെട്ടി തെളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഇയാൾക്ക് ഇതിനൊക്കെ ചെയ്യാൻ പ്ലാനുണ്ടോ? എവിടുന്നാ ഈ ദിവസവും വൈകുന്നേരം കൃത്യസമയത്ത് ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നു? എവിടുന്നാ ഈ പൈസ വരുന്നേ എന്നൊക്കെ ആൾക്കാർക്ക് പല ചോദ്യങ്ങൾ. അങ്ങനെ ഒരുപാട് പേര് വന്ന് കാണുകയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പം ചിലർ ഇതിൽ നിന്ന് പുറപ്പെട്ട് തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മേലധികാരികളുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം മേലധികാരികൾ കുറച്ച് പേര് വന്നു, സ്വാമി നിത്യാനന്ദയെ കണ്ടു, നിങ്ങൾക്ക് എവിടുന്നായി പണം എന്ന് ചോദിച്ചു. അപ്പം സ്വാമി നിത്യാനന്ദയ്ക്ക് എല്ലാത്തിനും ഒരു ചിരിയാണ് അതിന് ഉള്ള ആൻസർ. അപ്പം സ്വാമി പറഞ്ഞു, അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി നോക്ക്. ആ കുളത്തിൽ കെട്ടുകെട്ടായിട്ട് പണമുണ്ട്, അവിടുന്നാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അപ്പം ഇത് ഒരു ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് അവർക്ക് തോന്നിയില്ല. അങ്ങനെ അത് അവിടെ വെച്ച് നിർത്തി. പിന്നെ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു. നാട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത്. പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം പോലീസ് വന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അപ്പം സ്വാമി നിത്യാനന്ദയ്ക്ക് ആകെ ഉള്ള ഒരു ഉടുപ്പ് എന്ന് പറയുന്നത് ഈ ലങ്കോട് മാത്രമാണ്. അപ്പം പോലീസ് വന്ന്, നിങ്ങൾക്ക് എവിടുന്നാ ഇത്രയും കാശ്? എവിടുന്നാ ഇതൊക്കെ കൊണ്ടുവരുന്നത്? നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചപ്പം അവർ സ്വാമി പറഞ്ഞത് എൻ്റെ ലങ്കോട്ടിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്.
നിങ്ങൾക്കും വേണമെങ്കിൽ ലങ്കോട്ടിൽ നിന്ന് കൈയിട്ടെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൻസർ പറയുമ്പം ഒരു ധിക്കരിച്ച രീതിയിലുള്ള ആൻസറാണ് അന്ന് പോലീസിന് മനസ്സിലായി. അപ്പം പോലീസ് 3 പ്രാവശ്യം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു വെച്ചാൽ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടു. അടുത്ത ദിവസം നോക്കിയപ്പോൾ ജയിലിൻ്റെ വെളിയിൽ നിൽക്കുന്നു. പിന്നെയും പിടിച്ച് അകത്തിട്ടു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വെളിയിൽ നിൽക്കുന്നു. 3-ാമത്തെ പ്രാവശ്യം പിടിച്ച് അകത്തിട്ടു. 3-ാമത്തെ പ്രാവശ്യം വെളിയിൽ വന്നു. അപ്പം ഇവരുടെ കൺട്രോളിലല്ല, ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ, പോലീസിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിൻ്റെ നടപടികളെല്ലാം എന്ന് വിചാരിച്ച് ഡിസ്ട്രിക്ട് കളക്ടർക്ക് പോയി പറഞ്ഞു, കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പം ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ഇരുന്നത് EMM ഗൗനി ICS എന്നുള്ള കളക്ടറാണ്. അപ്പം ഗൗനി ഒരു അൽസേഷ്യൻ നായയുടെ കൂടെ ഇനി വന്നു, ആശ്രമത്തിൽ വന്നു. സ്വാമി നിത്യാനന്ദയെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ അൽസേഷ്യൻ പട്ടിയെയും കൊണ്ടാണല്ലോ വന്നേ. ആശ്രമത്തിൽ കയറിയ ഉടൻ തന്നെ പട്ടി ഓടി വന്ന് സ്വാമി നിത്യാനന്ദയുടെ കാലിൻ്റെ അടി വന്ന് കിടന്നു മിണ്ടാതെ. അപ്പം ആ പട്ടിക്ക് പോലും അതിൻ്റെ അറിയാവുന്നുള്ളതാണ് അവിടുത്തെ ചുറ്റുപാടും അതിൻ്റെ വൈബ്രേഷനൊക്കെ. അപ്പം ഈ പട്ടി വന്ന് മിണ്ടാതെ കിടന്നത് കണ്ടപ്പോഴേ ഈ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരുവിധം മനസ്സിലായി ഇത് കുഴപ്പമുള്ള ആളല്ല എന്നുള്ളത്. അപ്പം പിന്നെ ഒരു 15 മിനിറ്റ് സ്വാമി നിത്യാനന്ദയും ഈ ഡിസ്ട്രിക്ട് കളക്ടറും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്തോ സംസാരിച്ചു എന്നൊന്നും നമുക്ക് പറയുന്നില്ല. 15 നിമിഷം കഴിഞ്ഞപ്പം ഡിസ്ട്രിക്ട് കളക്ടർക്ക് നല്ലപോലെ ബോധ്യമായി. അപ്പം വെളി വന്ന് ചുറ്റിയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളിനി ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കരുത്, അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക. അതുമാത്രമല്ല, നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് വെളി വന്നു. വെളി വന്നപ്പം റോഡിൻ്റെ ഒരു സൈഡ് ഒരു നെയിം ബോർഡിൽ എഴുതിയിരിക്കുന്ന ഗൗനി സ്ട്രീറ്റ്. ഗൗനി എന്ന് പറയുന്നത് ആ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പേരാണ്. അപ്പം ആ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പേര് വെച്ച് ആ തെരുവിന് ഡിസ്ട്രിക്ട് കളക്ടറുടെ പേരിട്ടു, ഗൗനി സ്ട്രീറ്റ്. അപ്പം ഡിസ്ട്രിക്ട് കളക്ടർ അകത്ത് കയറുമ്പം ഈ പേരില്ലായിരുന്നു, നെയിം ബോർഡ് ഇല്ലായിരുന്നു. വെളിയിൽ വരുമ്പോഴാണ് ഈ നെയിം ബോർഡ്. അപ്പം ആ നെയിം ബോർഡൊക്കെ ഇപ്പം ആരാ ചെയ്യിപ്പിച്ച് ആരാ കൊണ്ടുവന്ന് അവിടെ വെപ്പിച്ചെന്നുള്ളത് ഇപ്പം നമുക്ക് ഊഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അതായത് ഗൗനിയുടെ സംസാരത്തിന് പിന്നെ ഗൗനിയെ ഡിസ്ട്രിക്ട് കളക്ടറെ ആദരിക്കുന്ന രീതിയിൽ അങ്ങനെ ഭഗവാൻ ചെയ്യിപ്പിച്ചതാണ് ഇത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു. അപ്പം ഇവിടെ 44 ഗുഹകളാണ് ഉള്ളത്. ഈ 44 ഗുഹകളും ഒരു 2-3 വർഷത്തിനകം ചെയ്യിപ്പിച്ചതാണ്, ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതുമാത്രമല്ല, ഇതെല്ലാമേ കൈകൊണ്ട്, മെഷീൻ കട്ടിങ്ങും അതും ഇതും ഒന്നുമില്ല, കൈകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ആ കല്ലൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം. കല്ലൊക്കെ വെച്ച് ഗുഹകൾ കെട്ടി 44 ഗുഹയും കൈകൊണ്ട് ചെയ്തതാണ്. പിന്നെ സിമെൻ്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഗുഹകളൊക്കെ എന്തിനാ സ്വാമി കെട്ടുന്നേ, ഇത് ആർക്ക് വേണ്ടിയാ എന്ന് ചോദിച്ചപ്പം സ്വാമി പറഞ്ഞതാണ്, ഫ്യൂച്ചറിൽ വരും കാലത്ത് ഒരുപാട് മഹാന്കളും മുനികളും ഇവിടെ വന്ന് തപസ്സിരിക്കും. അവരൊക്കെ ഒരുപാട് ആത്മീയതയെക്കുറിച്ച് മറ്റവർക്ക് ബോധിക്കും. അതിനു വേണ്ടിയാണ് ഞാനിത് കെട്ടുന്നേ എന്നാണ് സ്വാമി നിത്യാനന്ദ പറഞ്ഞത്. അതുമാത്രമല്ല, ഇതേ സ്ഥലത്ത് സ്വാമി നിത്യാനന്ദയും ഈ ഗുഹയ്ക്കകത്തിരുന്ന് വളരെ ആഴ്ന്ന ധ്യാനത്തിൽ ഇരിക്കാറുണ്ട്, മണിക്കൂറുകൾ ഇരിക്കാറുണ്ട്. അപ്പം ഈ ഗുഹകളുടെ രീതി, ഈ ഗുഹകൾക്കെല്ലാം സ്വാമിജി ഇട്ട പേരാണ് സൂര്യ ഉദയാസ്തമന ഗുഹകൾ. ഇപ്പം അമ്പലത്തിലൊക്കെ സൂര്യാസ്തമന പൂജകൾ നടത്തും. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പൂജകൾക്ക് നമുക്ക് പണം കെട്ടാം. ആ പൂജയുടെ കാര്യങ്ങളുടെ ചിലവെല്ലാം നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെയൊക്കെ. അതുപോലെ സ്വാമിജി തന്നെ ഈ ഗുഹകൾക്കിട്ട പേരാണ് സൂര്യാസ്തമന ഗുഹകൾ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പകൽ മുഴുവനും ഈ ഗുഹയ്ക്കകത്ത് വെയിലുണ്ട്, സൂര്യ വെളിച്ചം പെട്ടുകൊണ്ടിരിക്കും. അപ്പം നടുക്കൊരു വലിയ ഒരു പാത ഉണ്ട്.
പിന്നെ 2 സൈഡും വേറെ 2 പാതകളുണ്ട്. അപ്പം ഈ നടുക്കുള്ള പാത സുഷുമ്ന നാഡിയെ കുറിക്കുന്നതായിട്ടും ഈ വലത്തെ വശത്ത് പോകുന്നത് പിങ്കള നാഡിയും ഇടത്തെ വശത്ത് പോകുന്നത് എടനാഡിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഗുഹകൾ എന്ന് പറയുന്നത് ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, ചിലതിൽ ഒരാൾ മാത്രം ഇരിക്കാം, ചിലതിൽ 2-3 പേര് വേണമെങ്കിൽ ഇരുന്ന് ധ്യാനിക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെയാണ് ഞങ്ങൾ ഇരുന്ന് ധ്യാനിക്കുന്നത്. അപ്പം അതിനകത്ത് വേറൊരു പ്രത്യേകത, ഈ ഗുഹകളുടെ വാതുക്കെ ഈ ചക്രാസിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, ചില ഗുഹകളിൽ മണിപൂരകം, ചില ഗുഹകളിൽ അനാഹതം, ചില ഗുഹകളുടെ വാതുക്കെ വിശുദ്ധി, ചില ഗുഹകളുടെ വാതുക്കെ സഹസ്രാരം, ആജ്ഞ. അങ്ങനെ ഈ സുഷുമ്ന നാഡിയുടെ പുറത്തുള്ള എല്ലാ ചക്രാസിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഗുഹയ്ക്കകത്ത് ഇരുന്ന് നമ്മൾ ധ്യാനം ചെയ്യുമ്പം അതാത് ചക്രങ്ങൾ ആക്ടിവേറ്റ് ആകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വാമിജി തന്നെ ആ പേരുകൾ അവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ മിനിഞ്ഞാന്ന് വന്നപ്പം ശരി, നമ്മൾ നേരെ എടുത്ത ഉടനെ സഹസ്രാരത്തിൽ കയറണ്ട, നമ്മൾ അടിമുതൽ തുടങ്ങാം എന്ന് വിചാരിച്ച് മൂലാധാരം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഗുഹയിലിരുന്നാണ് അരമണിക്കൂർ ധ്യാനം ചെയ്ത്. അത് നല്ല വലിയൊരു അനുഭവമായിരുന്നു, നല്ല ഒരു വൈബ്രേഷനായിരുന്നു. അപ്പം പോയിട്ട് വരുമ്പം നമ്മൾ ഗുഹയിൽ കയറുമ്പം തന്നെ ഗുഹ, ഈ 44 ഗുഹകളും ഒരു പാറ ചെതുക്കി ചെയ്തതാണ്. അപ്പം ആ പാറയുടെ ആ ഗുഹയ്ക്ക് മുൻവശത്ത് ഒരു വലിയ ഗേറ്റുണ്ട്. ആ ഗേറ്റിനെ നിയന്ത്രിക്കാൻ ഒരാളുണ്ട്, ഒരു വാച്ച്മാനുണ്ട്. അതൊക്കെ നിയന്ത്രിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ആളുകൾ എത്ര പേരകത്ത് പോകുന്നു, എത്ര പേര് വെളിയിൽ വരുന്നു എന്നൊക്കെ നമുക്കറിയണം. ചിലപ്പം ചില ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ചില കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനത്തെ സ്ഥലമല്ല ഇത്. അതുകൊണ്ട് ആരൊക്കെ പോകുന്നു അത് എപ്പോഴും അടച്ചു വെച്ചേക്ക്. നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ തുറന്നു വിടുന്നത്. അതുമാത്രമല്ല, അവിടെ രാവിലെ പോയാൽ ഒരു 12:15 വരെ നമുക്ക് ഇരിക്കാം. എന്ന് വെച്ചാൽ 12:30 ഇവിടെ ഗുഹയുടെ മേളിലാണ് സ്വാമി നിത്യാനന്ദയുടെ അമ്പലമുള്ളത്. അവിടെ 12 മണിക്ക് പൂജ തുടങ്ങും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മണി 12 ആ പൂജയുടെ മണിനാദമാണ് നമ്മളിപ്പം കേൾക്കുന്നത്. അപ്പം മേളി ഒരു 1/4 മണിക്കൂറിൻ്റെ പൂജയുണ്ട്. അതിന് പിന്നെ താഴെ പൂജയുണ്ട്. അത് കഴിഞ്ഞാണ് അന്നദാനം തുടങ്ങുന്നത്. ഓക്കെ, അപ്പം 12:15 വരെ നമുക്ക് മാക്സിമം അതിനകത്തിരിക്കാം. അപ്പം ഇന്നലെ ഞാൻ ഗുഹയ്ക്കകത്ത് കയറിയപ്പം സഹസ്രാരം ആദ്യം പോയതിന് ഒരു ചെറിയ ഒരു ഗുഹ ഉണ്ട്, അതിനകത്ത് കയറിയിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് വരുമ്പോഴേ എനിക്കൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഫസ്റ്റ് കയറിയത് അതിനകത്താണ്. അപ്പോൾ ശരിക്കും അതിനകത്ത് വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഈ തലയെ മൊത്തം ഈ കുത്തുകുത്തായിട്ട്. അപ്പം അവിടുന്ന് ആ പ്രപഞ്ച ശക്തി ഇറങ്ങുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ നേരം അതിനകത്ത് ഇരുന്നു. പിന്നെ ഈ ഗുഹയ്ക്കയുടെ ഇടയിൽ ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൺസ്ട്രക്ഷന് വേണ്ടി സ്വാമി കിണർ തോണ്ടിപ്പിച്ചതായിരിക്കാം. പക്ഷേ ഗുഹയെല്ലാം കെട്ടി ശരിയായ ഉടനെ അതിനെ മൂടിക്കളയാൻ പറഞ്ഞു. അപ്പം ഇപ്പം ആശ്രമത്തിൽ ഈ പണമെടുത്തു എന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അടുത്ത് ഇരുന്നാണ് ഒരു വീഡിയോ എടുത്തത്. ആ കുളം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഒരു വലിയ കിണറുണ്ട്. അപ്പം ഈ കുളത്തിൽ നിന്നും കിണറ്റിൽ നിന്നുമുള്ള വെള്ളമായിരിക്കും ആശ്രമത്തിലേക്ക് എടുക്കുന്നത്. അങ്ങനെ ഇപ്പം ഈ ഗുഹകളെല്ലാം അകത്താണല്ലോ. വെളിയിൽ ഈ ചെതുക്കി കുറേ സംഭവങ്ങളുണ്ട്. ആ ഗുഹ ചെറിയ ഒരു പാറയെ കുടഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പാറയുടെ ഔട്ട്സൈഡ് ചെതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാർ ചോദിച്ചു, സ്വാമിജി ഇതെന്തിനാ ഇങ്ങനെ ചെതുക്കുന്നേ? ഗുഹയാകുമ്പോൾ ശരി അകത്തിരുന്ന് ധ്യാനിക്കാം, ഈ വെളിയിൽ ഇങ്ങനെ ചെതുക്കി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് നമ്മളുടെ തലച്ചോറ്റിനെയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മളുടെ തലച്ചോറെന്ന് പറയുമ്പം ഇങ്ങനെ വളഞ്ഞ് നിറയെ സംഭവങ്ങളുണ്ട്. ഈ തലച്ചോറ്റിൻ്റെ പടം എടുത്ത് നോക്കിയാലേ അറിയാം. മുഴുവനെ ഒരു ചപ്പാത്തി മാവ് കുഴച്ച പോലല്ല, അതിനകത്ത് ഒരുപാട് ഇങ്ങനെ വളഞ്ഞ് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്വാമിജി അത് അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗുഹകളുടെ മേളിലാണ് സ്വാമിജിക്ക് അമ്പലം പണിഞ്ഞത്. ഈ അമ്പലം എന്ന് പറയുന്നത് ഈ ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിൾ,
സോമനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത് 12 ജ്യോതിർലിംഗത്തിൽ ഒന്നാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്. അപ്പം സോമനാഥ് ടെമ്പിൾ എങ്ങനെ കെട്ടിയിരിക്കുന്ന ആ സ്റ്റൈലിലാണ് ഇവിടുത്തെ അമ്പലവും പണിഞ്ഞിരിക്കുന്നത്. അകത്ത് 2 വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് വലിയ വിഗ്രഹം, നമ്മുടെ സ്വാമി നിത്യാനന്ദയുടെ വലിയ വിഗ്രഹം, ഇനി ഒന്ന് ചെറുത്. അപ്പം ഈ ചെറുതിനെയാണ് ഉത്സവമൂർത്തി എന്ന് പറഞ്ഞ് ഈ പൗർണമിക്കൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് അതിന് പൂജ ചെയ്യുന്നത്. വലിയ വിഗ്രഹം അവിടെ തന്നെയാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. ആ വിഗ്രഹത്തിനാണ് ഇന്ന് രാവിലെ 4:30 മണിക്ക് എനിക്ക് മറ്റ് ഭക്തന്മാർക്കുമൊക്കെ അഭിഷേകം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പം അവിടെ അഭയമുദ്രയോടുകൂടി ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ തൊഴുമ്പം നമ്മുടെ കണ്ണിൽ തന്നെ നോക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് യഥാർത്ഥം സത്യസന്ധമായ ഒരു അനുഭവമാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ വേറെ പല കാര്യങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്വാമി നിത്യാനന്ദയ്ക്ക് കൊച്ചുങ്ങളുടെ കൂടെ സമയം ചെലവിടുന്നത് വലിയ ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ ആകാശത്തുനിന്ന് കാറ്റിന്ന് കൈ കാണിച്ച് കുറേ മിഠായികൾ വാങ്ങിച്ച് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കും. അതുകൊണ്ട് കുട്ടികൾക്കും സ്വാമിയുടെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനാണ് ഇഷ്ടം. അപ്പം അതിൽ ഒരു സ്റ്റുഡൻ്റാണ്, കൊച്ചു പയ്യനാണ്, PK നായർ എന്നാണ് ആ പയ്യൻ്റെ പേര്. പിൽക്കാലത്ത് അദ്ദേഹം നല്ല പഠിച്ച് ഒരു അഡ്വക്കേറ്റായി. അപ്പം ഈ PK നായർ ഒരു പ്രാവശ്യം സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അതായത് ഒരു വലിയ മരത്തിൻ്റെ ഉച്ചാണിക്കൊമ്പിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അപ്പോഴാണ് ഈ PK നായർ എന്നുള്ള പയ്യന് അതിനെ കാണുമ്പം ഒരു അട്രാക്ഷൻ തോന്നി. അപ്പം അവിടെ അടുത്ത് നടന്നു പോയ ഒരാളുടെ അടുത്ത് ചോദിച്ചു, ഇതാര്? അപ്പോഴാണ് പറഞ്ഞേ, ഇതാണ് നമ്മുടെ സ്വാമി നിത്യാനന്ദ എന്ന് പറഞ്ഞു. അതിന് പിന്നെ എപ്പോഴും ഈ പയ്യന് സ്വാമിജിയുടെ കൂടെ പോകാനും അടുത്തിരിക്കാനും ഒക്കെ അധികം സന്ദർഭങ്ങൾ കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ അയാളും മുന്നോട്ട് വന്നു. അപ്പം ഈ സ്വാമിജി ഇങ്ങനെ മരത്തിൽ കയറി ഇരിക്കുമ്പം ആൾക്കാരെല്ലാം മരത്തിൻ്റെ ചുവട്ടിൽ കൂടിയിട്ട് അവരുടെ ആപ്പാത്തലെല്ലാം പറയും, സ്വാമിജി കിണറ്റിൽ വെള്ളമില്ല, മഴയില്ല, ചെടികളൊക്കെ വാടുന്നു, നമുക്ക് കഴിക്കാൻ നെല്ലില്ല, അങ്ങനെയൊക്കെ അസുഖമുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയും. അങ്ങനെ ഒരു പ്രാവശ്യം ആളുകളെല്ലാം കുറേ വരൾച്ചയായി, ഭയങ്കര വെയിലാണ്, കിണറ്റിലൊന്നും വെള്ളമില്ല എന്ന് പറഞ്ഞപ്പം സ്വാമിജി ഭയങ്കര കുറേ ചിരിച്ചു, കടകടാന്ന് അങ്ങ് ചിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാഗം മൊത്തം കരുമേഘം വന്ന് ചൂഴ്ന്ന് അപ്പം തന്നെ വലിയൊരു മഴ പെയ്തു. കിണറുകളെല്ലാം നിറഞ്ഞു, ആൾക്കാർക്കും സന്തോഷമായി. അപ്പം ഇതൊക്കെയാണ് ഒരു അവധൂതിൻ്റെ, ഒരു മഹാൻ്റെ ശക്തി എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ കടൽ തീരം ഉണ്ടല്ലോ, കാഞ്ഞങ്ങാട് കടൽ തീരത്തിൽ ഉള്ള മുക്കോമാരൊക്കെ നമ്മുടെ സ്വാമിജിയുടെ ഭക്തന്മാരാണ്. അവരെല്ലാവരും സ്വാമിജിയെ വന്ന് കാണും, സംസാരിക്കും. അങ്ങനെ അതിൽ ഒരാളാണ് പോക്ലാൻ അങ്ങേരുടെ പേര്, മുക്കോൻ്റെ പേര്. ഈ പോക്ലാൻ രാവിലെ മീൻ പിടിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ സ്വാമിജിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. ആ സമയം അപ്പം സ്വാമിജിക്കുള്ള ഒരു ശീലം എന്ന് പറയുന്നത് തന്നെത്താനെ ഫുഡ് കയ്യിലെടുത്ത് കഴിക്കുന്ന പ്രാക്ടീസ് നിർത്തിയിരുന്നു. അപ്പം ആരെങ്കിലും വാരിക്കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ശീലമായി. അപ്പം ഈ പോക്ലാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി സ്വാമിജിക്ക് രാവിലെ വാരി കൊടുത്തിട്ടാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം പോക്ലാനും അദ്ദേഹത്തിൻ്റെ മോനും കൂടെ പടകിൽ ഇങ്ങനെ പോയപ്പം ഭയങ്കര ഒരു കടൽക്ഷോഭം, ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. കടലിൽ നിന്ന് കിട്ടുന്ന തിരമാലകളൊക്കെ ഭയങ്കര ഹൈറ്റിൽ പോന്നു. വലിയ ഒരു കടൽക്ഷോഭം ഉണ്ടായ സമയം. അപ്പോഴത്തേക്ക് ഈ പോക്ലാനും മോനും നമ്മൾ ഇന്ന് മുങ്ങി, നമ്മുടെ പടക് ഇന്ന് മുങ്ങി, നമ്മൾ ചാവാൻ പോവുക ആണ്. പക്ഷെ അവർ മനസ്സിൽ സ്വാമി നിത്യാനന്ദയെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അവർക്ക്
ബോധം കെട്ടു. ബോധം കെട്ട് വീണു. പക്ഷെ ആ ബോധം കെട്ട് വീണ സമയത്തും ഇവരുടെ രണ്ടുപേർക്കും ഒരു 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 തോന്നൽ, ആരോ ഏതോ ഒരു ശക്തി നമ്മളെ പിടിച്ച് വലിക്കുന്നു, ബോട്ടിനകത്ത് കൊണ്ട് ഇടുന്നു, ബോട്ടിനെ കരയിൽ കൊണ്ട് ചേർക്കുന്നു എന്നുള്ളതെല്ലാം അവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ അവർക്ക് ബോധം തെളിയുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പം ആണ് അവർക്ക് മനസ്സിലായി ഇതെല്ലാം ചെയ്തത് സ്വാമി നിത്യാനന്ദ തന്നെയാണെന്ന്. എന്നുവെച്ചാൽ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ അപ്പം പ്രത്യക്ഷപ്പെട്ടത് ഗുരുദേവനാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഭക്തനാണ് ദേവരായർ, ഭക്തൻ്റെ പേര്. ഈ ബുക്ക് എഴുതിയ ഓത്തറിൻ്റെ അടുത്ത് പലരും വന്ന്, ഈ ബുക്ക് എഴുതുന്നതിന് മുമ്പേ തന്നെ പലരും അവരോട് കണ്ട് മനസ്സിലാക്കിയ ഈ അതിശയങ്ങളെയൊക്കെ വന്ന് പറയുമായിരുന്നു. അങ്ങനെ ഈ ദേവരായർ എന്നുള്ള ഭക്തൻ പറഞ്ഞതാണ്, അവിടെ മിസ്റ്റർ പോപ്പ് എന്ന ഒരു അടുത്തുള്ള ഒരു സ്കൂളിലെ ടീച്ചറാണ്. അദ്ദേഹം എപ്പോഴും ഇവിടെ നമ്മുടെ സ്വാമിജിയെ കാണാൻ വരുമല്ലോ. അങ്ങനെ ഇവിടെ ഈ നമ്മുടെ നിത്യാനന്ദ ആശ്രമത്തിന് അടുത്ത് തന്നെ വേറൊരു ആശ്രമമുണ്ട്. അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആനന്ദാശ്രമം. ഈ ആനന്ദാശ്രമം എന്ന് പറയുന്നത് രാമദാസ് എന്നുള്ള ഒരു മഹാൻ കെട്ടിയതാണ്. അപ്പം ഈ ആനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ സ്വാമി നിത്യാനന്ദയെ വിളിച്ചപ്പം സ്വാമി ഈ ടീച്ചറെയാണ്, മിസ്റ്റർ പോപ്പിനെയാണ് സ്വാമിയുടെ സ്ഥാനത്തിരുത്തി ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അയച്ചത്. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു ആള് നമ്മുടെ ഈ ആശ്രമത്തിൽ കയറി ആർക്കും അറിയാതെ ഒരു വലിയ പാത്രം മോഷ്ടിച്ചുകൊണ്ട് പോയി. അവൻ പാത്രം എടുത്തുകൊണ്ട് പോയ പിറ്റേ ദിവസം അവന് ബുദ്ധിസ്വാധീനം ഇല്ലാതായി, ഭ്രാന്തെടുത്തു. പിന്നെ അവനെങ്ങനെയോ മനസ്സിലായി ആ പാത്രത്തിന് കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്ത് സ്വാമിജിയുടെ കാലിൽ വീണ് നമസ്കരിച്ചപ്പോഴാണ് അവൻ്റെ ഭ്രാന്ത് തെളിഞ്ഞത്. അങ്ങനെ അതേപോലെ മിസ്റ്റർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നടന്ന വേറൊരു കാര്യത്തിനെ കുറിച്ച് ഈ ബുക്ക് എഴുതിയ ഓത്തറത്ത് പറയുവാണ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വാമിജിക്ക് ഈ കൊച്ചു കുട്ടികളെ വലിയ കാര്യമാണ്. കൊച്ചുകുട്ടികൾ എപ്പോഴും സ്വാമിജിയെ ചുറ്റിയിരിക്കും. അപ്പം ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി അന്നദാനം ഒരു ദിവസം ഏർപ്പാട് ചെയ്തു. അപ്പം അതിനുവേണ്ടി ഒരു 4 മൂട്ട അരി വാങ്ങിച്ചു. ഈ അരിയെല്ലാം നേരെ പെറുക്കിയെടുക്കാന് കുറച്ച് പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നു. അപ്പം ഈ പെണ്ണുങ്ങൾ അരിയൊക്കെ പാറ്റി പെറുക്കിയെടുക്കുന്ന സമയം അവർക്ക് വേണ്ടി അരി കുറേ ചെറിയ ചെറിയ ബാഗുകളിലാക്കി കുളിക്കുന്ന ബാത്റൂമിനകത്ത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചിരുന്നു. അപ്പോഴൊക്കെ അരിയൊക്കെ കിട്ടുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഇപ്പോഴത്തെ കാര്യമൊന്നും അല്ലല്ലോ. അപ്പം ഒരു നേരം അരി കിട്ടുന്നു, ചോറ് വയ്ക്കുന്നു എന്നുള്ളതേ വലിയ കാര്യമാണ്. അപ്പം പെണ്ണുങ്ങൾക്ക് ഇത്രയും അരി കണ്ടപ്പം നമുക്ക് കുറച്ച് എടുക്കാം. അത് തെറ്റാണ്, ഞാൻ ന്യായീകരിക്കുമല്ല, അവർക്ക് അങ്ങനെ തോന്നി മനസ്സിൽ. അപ്പം അവരങ്ങനെ കുറേ അരി അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒളിച്ച് മോഷ്ടിച്ച് മാറ്റി വെച്ചു, ബാത്റൂമിൽ കൊണ്ടുവച്ചു. അത് നമ്മുടെ സ്വാമിജിക്ക് മനസ്സിലായി. അദ്ദേഹം കുറച്ച് ആൾക്കാരെയും കൊണ്ടുവന്ന്, പണിയാൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നേരെ ബാത്റൂമിൽ കയറി ആ ഒളിച്ചു വെച്ചിരിക്കുന്ന അരിയെല്ലാം കൊണ്ടുപോയി നേരെ അവിടെ എന്ന് പറഞ്ഞു. അപ്പം ഈ പെണ്ണുങ്ങൾക്ക് തന്നെ അന്തം വിട്ടുപോയി, എന്ത് ചെയ്യും, എങ്ങനെ അറിഞ്ഞു. അപ്പം ഇതാണ് ത്രികാലം ഉണർന്ന ജ്ഞാനി എന്ന് പറയുന്നത്. അവർക്ക് പഴയതറിയാം, ഇപ്പം നടക്കുന്നതറിയാം, നടക്കാൻ പോകുന്നതും അറിയാം. ഇപ്പം നടക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി കണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്വാമിജി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ദിവസം സ്വാമിജി ഈ ഗുഹയിൽ തന്നെ ഇരുന്ന് വളരെ ഡീപ്പായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുത്തൻ കയറി വന്ന് സ്വാമിജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുപാട് തൊന്തരവുകൾ കൊടുത്തു. നിങ്ങളെന്തുവാ സിദ്ധനാണോ? നിങ്ങൾ സിദ്ധനാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം സ്വാമിജി ആദ്യം പതുക്കെ സമാധാനത്തിൽ പറഞ്ഞു നോക്കി, നീ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, എന്നെ തൊന്തരവ് ചെയ്യാതെ നീ അങ്ങ് പോ. അപ്പം അവൻ പറഞ്ഞു, പറ്റൂല, എനിക്കിപ്പം നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം, നിങ്ങൾ സിദ്ധനാണെങ്കിൽ അത് എനിക്ക് പറഞ്ഞു കാണിക്കണം. അപ്പം സഹികെട്ട് അവൻ്റെ കയ്യിലിരുന്ന കുടയെ എടുത്തു, സ്വാമിജി എടുത്ത് കാലി ഒരു ചെറിയ കുത്തി. അപ്പോഴത്തേക്ക് ചോര വരാൻ തുടങ്ങി. അപ്പം ഇവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കെട്ടൊക്കെ ഇട്ടുകൊണ്ട് നേരെ
കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം പോലീസ് വന്നു, സ്വാമിജിയെ അറസ്റ്റ് ചെയ്തു, മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ആ പ്രൊസീജിയർ ഉണ്ടല്ലോ എപ്പോഴും പോലെ. അപ്പോൾ മാജിസ്ട്രേറ്റ് പറഞ്ഞു, എന്നാൽ പിന്നെ ഇയാളെ ജയിലിൽ കൊണ്ടിട് എന്ന് പറഞ്ഞു. അപ്പം ജയിലിൽ ഇരുന്നപ്പം സ്വാമിജി പറഞ്ഞു, എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ജയിലിലുള്ള ഒരാൾ ഒരു മൺചട്ടി കൊണ്ട് കൊടുത്തു. മൺചട്ടി കൊടുത്തപ്പോൾ അത് നിറച്ചു മൂത്രം. പോരാ, ഇനിയൊരു മൺചട്ടി വേണമെന്ന് പറഞ്ഞു. അതും കൊടുത്തു. പോരാ, ഇനിയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമിജി ഇരുന്ന് റൂം മൊത്തം മൺചട്ടിയ കൊണ്ട് നിറച്ച് എല്ലാ മൺചട്ടിയിലും മൂത്രം നിറഞ്ഞു. എന്നിട്ടും ഇവർക്ക് മൺചട്ടി പിന്നെ കൊടുക്കാനില്ല, അവിടെ വെക്കാൻ സ്ഥലമില്ല. അത്രയും ചെയ്തപ്പം ആൾക്കാർക്ക് മനസ്സിലായി, ഇത് സാധാരണപ്പെട്ട ആളല്ല, നമ്മൾ ജയിലിൽ കൊണ്ടിട്ടത് ഒരു മഹാനാണ്, ഒരു സിദ്ധനാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെ സ്വാമിയെ വിട്ടു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നേരിട്ട് കണ്ടവരാണ് ഈ ബുക്ക് എഴുതിയ ഓത്തറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എല്ലാം കൂടെ ചേർത്ത് ഒരു ബുക്കായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.